മീൻകറികൾ തന്നെ ഒരുപാട് തരമുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങളെ ഫേവറേറ്റ് മീൻകറി ഏതാണ്? നിങ്ങളെ ജില്ല കൂടെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മളെ മലപ്പുറം സ്റ്റൈലുള്ള മത്തിയും മുരിങ്ങക്കായും കൂടെ വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ. നമ്മളിത് തേങ്ങ അരക്കാതെയാണ് വെക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ മത്തിയും മുരിങ്ങക്കായും കൂടെ എങ്ങനെ കറി വെച്ചാൽ. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി നോക്കാം. പാന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ ഒരു കറി നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു 3 പീസ് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഒരു 2 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 വലിയ തക്കാളിയായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളി കുറച്ച് വലിയ പീസാക്കിയിട്ട് തന്നെ എടുത്തിട്ടുള്ളത്. തക്കാളി ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞ് വരുന്നതൊന്നുമില്ല, ജസ്റ്റ് തക്കാളി ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. അപ്പോൾ അത്യാവശ്യത്തെ തക്കാളി വഴന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് തണുത്ത ശേഷം മിക്സിയിൽ നന്നായിട്ട് അരച്ചൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. മൺചട്ടിയിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ മൺചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഈ ഒരു 3 പൊടികൾ ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. പൊടികൾ കരിഞ്ഞു പോകരുത് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നമ്മളെ മലപ്പുറം സ്റ്റൈലിൽ മീൻകറി വെക്കുമ്പോൾ നമ്മളെപ്പോഴും ഇതിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ പൊടികൾ ഇത് അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു തക്കാളീൻ്റെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളം കൂടെ ഈ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/2 കപ്പും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം കറി വേണം അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ ഒരു മീൻ കറിയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതുപോലെ വാളംപുളി ഒരു 3 പീസായിട്ട് ഇട്ട് കൊടുക്കുന്നത്. കാരണം തക്കാളി നമ്മൾ കുറച്ച് വലുതല്ലേ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു തക്കാളീൻ്റെ പുളി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പുളിവെള്ളം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിതുപോലെ പുളി ഇങ്ങനെ പീസായിട്ടാണ് ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു കറി നന്നായിട്ട് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തിയും മുരിങ്ങക്കായും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മുരിങ്ങക്കായ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 2 വലിയ മുരിങ്ങക്കായായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ മത്തി ഒരു 10-12 ചെറിയ മത്തി എടുത്തിട്ടുള്ളത്. പിന്നെ മത്തിയും മുരിങ്ങക്കായും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. മുരിങ്ങക്കായൊക്കെ ഭയങ്കര ടേസ്റ്റായിരിക്കും കഴിക്കാൻ. കറിയിലേക്ക് ഇതാ മത്തിയും മുരിങ്ങക്കായൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. മീനൊക്കെ പെട്ടെന്ന് കുക്കായി കിട്ടും. ഒരു 10 മിനിറ്റ് ടൈം എടുക്കുള്ളൂ. മുരിങ്ങക്കായ്ക്കും അധികം വേവൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു 10 മിനിറ്റ് അത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായിട്ട് കുറുകിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കറി ആയിട്ടുണ്ട്. അതിന് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു കറിയിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരു മല്ലിയിലിൻ്റെ ഫ്ലേവർ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറിയിലേക്ക്. പിന്നെ കറി ഞാൻ ഓഫ് ചെയ്യാണ്. അതിന് നമുക്കിതിലേക്കൊന്ന് താളിച്ച് വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഒലിവും കടുകും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് സവാള ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ സവാളക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു വഴറ്റിയെടുത്തത് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കേരള സ്റ്റൈലുള്ള മുരിങ്ങക്കായും മത്തിയും വെച്ചിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കറി ചോറിൻ്റെ കൂടെയും ചപ്പാത്തി ദോശൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു മലപ്പുറം സ്റ്റൈലുള്ള ഈ ഒരു നാടൻ മീൻകറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.